ഈ രാജമൗലിയുടെ കൂടെ പടം ചെയ്യാണെന്നൊക്കെ അറിയുന്നു. അതെ. അത് പക്ഷെ ആള് സമ്മതിച്ചിട്ടില്ല എവിടെയും. അല്ല, ഒരു ഷെഡ്യൂള് കഴിഞ്ഞു. കാശിയിലായിരുന്നു, ഒറീസയ്ക്ക്. കാശിയിൽ കഴിഞ്ഞു. ഇപ്പം അടുത്തത് മെയിലെങ്ങാണ്ട്. തെലുങ്ക് ഡയലോഗുകൾ പഠിക്കാൻ പോലും വലിയ ശ്രമം നടത്തുന്നുണ്ട്. രാജു തന്നെയാണ് ഡബ് ചെയ്തത്, വേറെ ആരെ കൊണ്ടും ഡബ് ചെയ്യിക്കില്ല. തെലുങ്കും അതെ, തമിഴും അതെ, ഹിന്ദി അതെ, മലയാളവും അതെ, എല്ലാ ഭാഷയും. കന്നഡ പോലും അവൻ പഠിച്ചു പറഞ്ഞു. അത് അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. തലേ ദിവസം സ്ക്രിപ്റ്റ് കൊണ്ടുവരാൻ പറയും. എന്നിട്ട് അത് ടേപ്പിൽ ആ ഡയലോഗ് കേട്ട് അവന് പെട്ടെന്നൊരു ക്യാച്ചിയാണ് ആള്, പറയാതിരിക്കാൻ വയ്യ. തെലുങ്കെല്ലാം പറയും. അപ്പോൾ ഇപ്പോൾ കുറച്ച് തെലുങ്കൊക്കെ കേട്ടാലും അറിയാം. ഞാൻ പറഞ്ഞത്, നീ എന്നെക്കാട്ടി തെലുങ്ക് പഠിക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. ഇനിയിപ്പോ ആ സിനിമയും കൂടി കഴിയുമ്പോ അദ്ദേഹം പറഞ്ഞ, അതായത് 3 ഭാഷകളിലും ഇന്ത്യയിൽ ഏറ്റവും അധികം വിലമതിപ്പുള്ള താരം, അതും കൂടി ഓക്കെ ആവും. അപ്പൊ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മകന്റെ അമ്മ അങ്ങനെ ആലോചിക്കാറുണ്ട്. അയ്യോ എൻ്റെ മോനെ, സക്സസ്ഫുൾ ആവുന്ന എത്രയോ അമ്മമാർ സക്സസ്ഫുൾ ആയിട്ട് പല വിദ്യാഭ്യാസ മേഖലയിൽ എത്ര പേരുടെ പ്രശസ്തരായല്ലേ. ഞാൻ എപ്പോഴും പറയും, ഇപ്പം എൻ്റെ ചേട്ടൻ തന്നെ അമേരിക്കയിൽ പിന്നെ WHO വരെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ ഡോക്ടറാണ്, ഓങ്കോളജി. അപ്പം അത് കാണുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഇന്നില്ല, പക്ഷേ എന്നാലും ചേട്ടൻ്റെ ഒരു ഉയർച്ച തുടങ്ങുന്നിടം വരെ അവരുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷിക്കും. ഇന്ന് ഞങ്ങൾ സന്തോഷിക്കുകയാണ്, ഇതാണല്ലോ നമ്മുടെ ചേട്ടൻ, ഈ ചേട്ടൻ്റെ അനിയത്തിയാണല്ലോ നമ്മൾ. അപ്പോൾ ഈ പറയുന്ന പോലെ കഴിവ് കൊണ്ട് വളർന്നിട്ടൊരു അംഗീകാരം കിട്ടുക എന്ന് പറയുമ്പം, അത് ഒരു കുടുംബത്തിലുള്ള എല്ലാവർക്കും അത് സന്തോഷമാണ്.